ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നും ഒരു സാധാരണ വ്ളോഗ് തന്നെയാണ്. അപ്പോൾ അത് രാവിലെ എണീറ്റ് ഉടനെ ഞാൻ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതായത് കുടിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചവെള്ളം ഇവിടെ നല്ല തണുപ്പാണ്, അപ്പം പച്ചവെള്ളം കുടിക്കാൻ കഴിയൂല. അപ്പോൾ നേരിയ ചൂടിൽ ഇങ്ങനെ കുടിക്കാൻ വെച്ചിട്ട് ചൂടാക്കി വെച്ചാൽ കുറേ നേരം ആ ചൂടിൽ നിൽക്കും. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ദോശയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ദോശയ്ക്കുള്ള കറി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം കാണിച്ചു. അപ്പോൾ അതൊന്ന് ബജിയാണ് കേട്ടോ. ദോശയ്ക്കുള്ള കറിക്കിൻ്റെ പേര് ബജിയാണ്. അപ്പോൾ ഈ ബജി എങ്ങനെ തയ്യാറാക്കാന്ന് വെച്ചാൽ പിന്നെ എന്താ പറയുക, ഒരു ഉരുളൻകിഴങ്ങ്, അതുപോലെ തന്നെ ഒരു വലിയുള്ളി, പിന്നെ ഒരു 4-5 തക്കാളി. ഇനി 4-5 തക്കാളി എടുത്തിട്ടില്ലെങ്കിൽ 4 തക്കാളി ആണെങ്കിൽ ചെറിയൊരു പുളിൻ്റെ പീസ്. പിന്നെ എരിവ് വേണമെന്നുള്ളവർക്ക് ഒരു 1-2 പച്ചമുളക് ഇടാം. ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കിഴങ്ങ് ഞാൻ പറഞ്ഞു. പിന്നെ മെയിനായിട്ടേക്ക് ചേർക്കേണ്ട വഴുതനങ്ങയാണ്. വഴുതനങ്ങ ഒരു 1-2 ചെറിയ സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ സൈസ് പറഞ്ഞാൽ ചെറിയ ടൈപ്പ് ഉണ്ടാവില്ലേ, നീണ്ടതല്ലാത്ത ഉരുണ്ട ടൈപ്പാണ്. അങ്ങനത്തെ ഒരു 3 ചെറുതാണ് ഞാൻ ഇട്ടത് കേട്ടോ. എന്നിട്ട് മിക്സിയിലല്ല മറ്റേ കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഞാൻ ഇട്ടിട്ട് കൊടുത്തിട്ടില്ല, ഞാൻ പിന്നീടാണ് ഇട്ട് കൊടുക്കല് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ അതിനുശേഷം വെന്തതിന് ശേഷം പിന്നെ വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. ഒന്ന് എന്താ പറയുക, ചതഞ്ഞ പോലെ ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പം എനിക്കിങ്ങനെ ഉടച്ചാൽ അത്ര എന്തായിട്ട് വരില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. ചിലർക്ക് ഉടച്ചെടുത്താലും നന്നായിട്ട് വരും. അപ്പം എന്നിട്ട് പിന്നെ അത് ഉടക്കണ സമയത്ത് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കടു വറുക്കുക കേട്ടോ. കടു വറുക്കുമ്പോൾ നമുക്ക് കുറച്ച് ജീരകവും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചുമന്ന മുളക് ഉണ്ടല്ലോ, അതും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് കാണാണ് ചെയ്യുക. അപ്പോൾ എനിക്ക് ചുമന്ന മുളകൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ പിന്നെ കറിവേപ്പിലയും കടുകും പിന്നെ ജീരകം ഇട്ടും കണ്ടാണ് അത് പിന്നെ തൂമിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളെ ദോശയ്ക്ക് വേണ്ടി ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കറി. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ബജി. നമ്മളെ ചട്നീൻ്റെയും കാട്ടിൽ ഏറ്റവും ടേസ്റ്റ് ആയിട്ട് തന്നെ വരും. അപ്പോൾ എനിക്ക് ചട്നിയിലേറെ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെടുക. പിന്നെ എന്താ പറയുക, ഇനി ഉച്ചക്കുള്ള കറി റെഡിയാക്കണം. അപ്പോൾ പിന്നെ ഉച്ചക്ക് ഞാൻ പരിപ്പ് കറിയാണ് വെക്കണത് കേട്ടോ. പരിപ്പ് കറിയാണ് വെക്കണം. അപ്പം അതിക്ക് മുരിങ്ങാക്കായ ഇതൊക്കെ ഇട്ടുകൊണ്ടാണ് വെക്കുക. പക്ഷെ ആദ്യം തന്നെ ഞാൻ അതിക്ക് മുരിങ്ങാക്കായ ഒന്നും ഇടൂല. ആദ്യം ജസ്റ്റ് ഒന്ന് പരിപ്പ് വേവിച്ചെടുക്കും കേട്ടോ. പരിപ്പ് വേവിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ അതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 3-4 വെളുത്തുള്ളി ഉണ്ടല്ലോ, പിന്നെ അതിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് വലിയ സൈസാണ്, അതുകൊണ്ട് 4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഉറ്റിച്ചെടുക്കുക. വെളിച്ചെണ്ണ ഉറ്റിച്ചെടുക്കുന്നത് തിളച്ചങ്ങാണ്ട് പുറത്തേക്ക് പിന്നെ പോകില്ല എന്ന് പറയണേക്കാം. പക്ഷേ ഞാനിങ്ങനെ ഉറ്റിച്ചെടുത്താലും ചിലപ്പോൾ ഒക്കെ കാണാൻ തിളച്ചങ്ങാണ്ട് പുറത്തേക്ക് പോകണം. എന്നാലും ഞാൻ വെളിച്ചെണ്ണ ഉറ്റിച്ചെടുക്കലുണ്ട്. എന്നിട്ട് പിന്നെ അതോട് വേവിച്ച് വെക്കുക കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം ഞാനങ്ങനെ വേവിച്ച് വെക്കുകയാണ്. പിന്നീട് ഞാൻ കറി കട്ടി ആ സമയത്ത് റെഡിയാക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു പണി പെട്ടെന്ന് തീരുമല്ലോ. അപ്പോൾ അതൊക്കെ വേവിച്ച് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഞങ്ങൾക്ക് രാവിലത്തെ ഇത് ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദോശ ചൂടാൻ പോവാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പാക്കറ്റ് മാവാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്, നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയതല്ല. അപ്പം ഇവിടെ തയ്യാറാക്കാത്ത എന്താ വെച്ചാൽ ഇവിടെ തണുപ്പാണ്, പ്രത്യേകിച്ച് ഗൂഡല്ലൂർ ഭാഗമാണ്. ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ പിന്നെ മാവ് വല്ലാതെ പൊന്തി വരൂല കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം തന്നെ ഇത് വലിയ ചട്ടിയാണ്. അപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ വലിയതാക്കിയിട്ടാണ് ചൂടണം കേട്ടോ. ആദ്യമൊന്നും ഞാനിത് കുറേ മുമ്പൊക്കെ ഞാനിങ്ങനെ ദോശ ചുടുമ്പോൾ ഞാൻ എങ്ങനെ പരത്തിയാൽ ഇത്ര നൈസായിട്ടോ അങ്ങനെയൊന്നും കിട്ടൂല കേട്ടോ. പിന്നീട് അങ്ങനെ ശീലമായി വന്ന് ഇപ്പം എല്ലാം പിന്നെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ല അടിപൊളിയായിട്ടാണ് എനിക്ക് ദോശ ചൂടാൻ വയ്ക്കൂട്ടോ. അങ്ങനെ ഇനി ഇത് മറിച്ചിട്ട് കാണും. ചിലർ മറിച്ചിടില്ല, പക്ഷെ ഞാൻ മറിച്ചിടും. എനിക്ക് ആ മുരിഞ്ഞ ഒരു ടൈപ്പിൽ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കും മക്കൾക്കൊക്കെ അങ്ങനെ തന്നെയാണ് വേണ്ടത്. ആ മുരിഞ്ഞ ടൈപ്പിലാണ് ദോശ കഴിക്കാൻ ടേസ്റ്റ്. പിന്നെ ഇത് ഞാൻ ഇങ്ങനെ ദോശ ചെയ്യുമ്പോൾ ചാക്കേരി, ഇവിടെ ഈ കൂടുതലൊരു ഭാഗത്തൊക്കെ കൂടുതലും ചാക്കേരി വെച്ചിട്ടാണ് ചെയ്യുക കേട്ടോ. ഈ പാക്കറ്റ് മാവിൽ അങ്ങനെ തന്നെയാണ്, ചാക്കേരിയാണ് കൂടുതൽ. പിന്നെ കുറച്ച് പച്ചരി എന്തോ കുറച്ച് കൂട്ടും, അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മൾ പിന്നെ ചില സ്ഥലത്തൊക്കെ ഈസ്റ്റും അപ്പസോഡയൊക്കെ ഇട്ടും കണ്ടാണ് മാവ് പൊന്തി വരില്ലേ, അതിന് വേണ്ടിയിട്ട് ചെയ്യൽ. ഇവിടെ അതൊന്നും ചെയ്യില്ല. ഇവിടെ ജസ്റ്റ് അരി അരച്ച് വെക്കുക മാത്രമേ ചെയ്യുള്ളൂ. എന്നാൽ തന്നെ അത് നന്നായിട്ട് തന്നെ പതഞ്ഞ് വരും കേട്ടോ. അരി മാത്രമല്ല, ഉഴുന്നുകയ്ക്ക് കൂട്ടും. അപ്പം അങ്ങനെ ഞാനിങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ വലിയ ദോശയപ്പോൾ നല്ല രസം. നമ്മൾ മസാല ഉണ്ടല്ലോ, നമുക്ക് മസാല ദോശയൊക്കെ ചെയ്യില്ലേക്കൊക്കെ പറ്റിയൊരു ദോശയാണ് ഇട്ടത്. അപ്പം ഞാൻ മസാല ദോശ അല്ല ചെയ്യണത്, ഞാൻ ബജി ഒക്കെ വെച്ചിട്ടാണ് ചെയ്യണത്. പിന്നെ ഹസ്സിന് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ബജി ചെയ്യണം കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഞാനത് കഴിച്ചിട്ട്. അപ്പം ബജി ഉണ്ടാക്കി തരാൻ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ബജി ഉണ്ടാക്കാൻ ഒരുങ്ങിയത് കേട്ടോ. അപ്പം അങ്ങനെ ബജിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ ചായ എടുക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ അതാ ഓരോ ദോശ ഇങ്ങനെ ചുട്ടെടുക്കണമുണ്ട്. അപ്പോൾ ആ ചൂടോടൊക്കെ കഴിക്കണതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ടേസ്റ്റ് കിട്ടും. പിന്നെ നമ്മളിങ്ങനെ മറിച്ചിടാതെ ചുടുമല്ലോ,
അത് അങ്ങനെ ചൂടുമ്പോൾ പിന്നെ നമുക്ക് നേരത്തെ തന്നെ ചുട്ട് വെക്കാം. പിന്നെ ഇങ്ങനെ മുരിഞ്ഞിട്ടാ കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം തന്നെ വേണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇതിക്ക് ഇത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ഞാൻ ഇതിക്ക് എണ്ണയും പിന്നെ ഓയിലും അങ്ങനത്തെ ഒന്നും കൂട്ടണില്ല. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് നല്ല ഒന്നുകൂടി ടേസ്റ്റ് ആക്കി എടുക്കട്ടെ. അപ്പോൾ അതാ ഞങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ മുട്ട ഒരു ഹാഫിലും വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നാക്കും. അപ്പോൾ അതാ ഞങ്ങളിവിടെ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളിയാണ് ഈ ബജ്ജി, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം അങ്ങനെ ചായയുടെയൊക്കെ ഞങ്ങളത് അങ്ങനെ കഴിഞ്ഞു. പിന്നീട് ഞാൻ ചായയുടെ കഴിഞ്ഞുകൊണ്ട് പാത്രമൊക്കെ ഒന്ന് മൂറി വെച്ചുകൊണ്ട് പിന്നെ ഞാൻ ഇന്ന് ഉച്ചക്ക് പിന്നെ കൈമയാണ് ഉണ്ടാക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കറി റെഡി ആക്കിയിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ കൈമ പിന്നെ ഞാൻ 2-3 കൈമ ചെയ്യലുണ്ട്. ഒന്ന് കാബേജും പിന്നെ അതുപോലെ തന്നെ പീക്കിങ് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. പിന്നെ ഇത് പിന്നെ കോളിഫ്ലവർ കേട്ടോ. അപ്പോൾ ഇന്ന് കോളിഫ്ലവർ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ നല്ല സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം കുറച്ച് പിന്നെ 1-2 വല്യുള്ളി നമ്മൾ എന്ത് ചെയ്യാം, നന്നാക്കി വാട്ടിയെടുക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. 2 തക്കാളി ഇട്ടുകൊണ്ട് നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കുക. അതിനുശേഷം പിന്നെ ഇതിലേക്ക് പറയുമ്പോൾ 2 പട്ട ഇട്ട് കൊടുത്തല്ലോ, പട്ട ഇട്ട് കൊടുക്കുക. പട്ട ഇല്ലെങ്കിൽ പട്ടൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതാവും ഏറ്റവും ബെസ്റ്റ്. പക്ഷെ എൻ്റെ കയ്യിൽ പൊടിയില്ല, അതുകൊണ്ടാണ് ഞാൻ പട്ട ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ 2 ചെറിയ പട്ട ഓവർ ആകണ്ട, അപ്പോൾ ഒരു പ്രത്യേക ചൊയ ഉണ്ടാവും. എന്നിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളകും പൊടി കേട്ടോ. കുരുമുളകും പൊടി നമുക്ക് എരിവിന് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ പൊതുവേ എരിവ് വേണ്ട, അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ ഇടുള്ളൂ. പച്ചമുളകാണെങ്കിലും കുറച്ച് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇതിൽ പച്ചമുളക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിൽ കുരുമുളക് മതി. അപ്പം ഈ കൈമ എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഈ ഇറച്ചി ഉണ്ടല്ലോ, ഇറച്ചി നമ്മൾ പിന്നെ കുറച്ചെടുത്തിട്ട് ചെറിയ 2 പീസ് എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണതാണ് ഈ കൈമ എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ വേറെ എന്തെങ്കിലും പച്ചക്കറി ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ പച്ചക്കറിന്റെ പേരിലാണ് ഇത് കൈമ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും അതേപോലെ തന്നെ ഈ ഇറച്ചി മിക്സിയിൽ അടിച്ചെടുത്ത് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ അവർ ചെറുതാക്കിയിട്ടാണ് തന്നിട്ടുള്ളത്, നല്ല നൈസാക്കിയിട്ട് തന്നിട്ടുള്ളത്. പിന്നെ ഒന്നുകൂടി ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തുള്ളൂ കേട്ടോ. പിന്നെ അത് നന്നാക്കി വാട്ടിയെടുത്ത് അതുപോലെ തന്നെ ഈ പിന്നെ ഇറച്ചിന്റെ കൈമ ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം പിന്നെ നമുക്ക് ഇത് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. അപ്പം പിന്നെ ഞാൻ ഒരു 2-3 വിസിലാക്കണം. ചില ഇതില് പിന്നെ കുക്കറിൽ 2 വിസിൽ തന്നെ മതിയാവും. അപ്പം ഞാനൊരു 3-4 വിസിലൊക്കെ ആക്കണുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ആക്കിയാലേ നന്നായിട്ട് ആ ഇറച്ചി ഒന്ന് വെന്ത് ഇട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ കടിക്കണ പോലെ ഇങ്ങനെ വരും കേട്ടോ. ചെറിയ പീസുകളാണെങ്കിൽ അതിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതാ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് ഞാനതിന് കുക്കറുടെ പിന്നെ മൂടിയൊക്കെ അടച്ചു വെച്ചങ്ങാണ്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു 3-4 വിസിലായിട്ടുണ്ട്. അപ്പോൾ ഇതാ വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണുക. അപ്പം വെള്ളം വറ്റരുത് കേട്ടോ. വറ്റുന്ന രീതിയിൽ വെള്ളം വെച്ചെടുക്കരുത്. പിന്നെ ഒന്ന് വേകാൻ ആവശ്യം വേണം, കുറച്ച് അയഞ്ഞ് നിൽക്കണം. കാരണം നമുക്ക് ഈ കോളിഫ്ലവർ ഇതിലിട്ട് വേവിക്കണമല്ലോ. അപ്പോൾ കോളിഫ്ലവർ ഞാൻ ഒറ്റ വിസിലാക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ 1 വിസിലിന്റെ മേലൊക്കെ പോയാൽ ഇത് ഉടഞ്ഞു പോകും. അപ്പം ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ എങ്കിൽ ആ ഒരു കടിക്കാൻ കിട്ടുന്നതാണ് ആ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പം 1 വിസിലാക്കി എടുക്കുക. അപ്പം ഞാൻ ഈ കോളിഫ്ലവർ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യണം, അതാണ് നല്ലത് കേട്ടോ. അങ്ങനെ ചെയ്താലാണ് ഒന്നും കൂടി നമുക്കൊരു കട്ട് കയറാതൊക്കെ അങ്ങനെയൊക്കെ വരും. ചിലത് മരുന്നൊക്കെ അടിച്ചും കണ്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കട്ട് കയറാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പം അങ്ങനെ ചെയ്താൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം അതൊരൊറ്റ വിസിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 1 വിസിലിൽ കൂടുതൽ ആവരുത് എന്നുള്ളത് കേട്ടോ. ആയി കഴിഞ്ഞാൽ വെന്ത് ഉടഞ്ഞു പോവും. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ കാബേജ് ഇട്ട് വെക്കുകയാണെങ്കിലും അതുപോലെ തന്നെ പീക്കിങ് ആർന്നില്ല അതിട്ട് വെക്കുകയാണെങ്കിലും ഒക്കെ പിന്നെ 1 വിസിൽ മതി കേട്ടോ. അപ്പം അങ്ങനെ ആ 1 വിസിൽ വരട്ടെ വിചാരിച്ച് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളോട് കറിയൊക്കെ അവിടെ റെഡിയാക്കി തന്നെ വെച്ചതെന്ന് പറഞ്ഞില്ലേ, നല്ല ടേസ്റ്റുള്ള പരിപ്പും കറിയാണ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം മുരിങ്ങക്കായ പരിപ്പും കറിയിൽ തോന സാധനമൊന്നുമില്ല, മുരിങ്ങക്കായും പിന്നെ അതുപോലെ തന്നെ എന്താണ് മറ്റേ വഴുതനങ്ങ എന്ന് പറഞ്ഞല്ലേ, കത്രിക്ക, ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ. 2 ഇട്ട് കണ്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ അപ്പം നമ്മൾ 1 വിസിലൊക്കെ ആയി, ആ വിസിലിന്റെ ചൂടൊക്കെ പോയി പെട്ടെന്ന് തന്നെ നമ്മൾ പിന്നെ വിസിലിന്റെ ചൂട് ഒന്ന് പെട്ടെന്ന് കളഞ്ഞെടുക്കണം. ആ ആവി പെട്ടെന്ന് കളഞ്ഞെടുക്കണം, അല്ലെങ്കിൽ അതിൽ കടന്നുകൊണ്ട് പിന്നെയും വീണ്ടും വേവൂലേ. അങ്ങനെ വേവാതെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ആ വിസിലിന്റെ ആവിയൊക്കെ കളഞ്ഞിട്ട് പെട്ടെന്ന് എടുത്തത്. അപ്പോൾ കണ്ടതാ നമ്മൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒറ്റിച്ചെടുക്കേണ്ട ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ കോളിഫ്ലവർ കൈമ അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ കാബേജ് പീക്കിങ്ങ, അതുപോലെ തന്നെ ഈ കോളിഫ്ലവർ, പിന്നെ ആമരപ്പയർ പറഞ്ഞിട്ടൊരു പയറുണ്ട്, അതും ഇട്ടും കണ്ട് വെക്കട്ടെ. പക്ഷെ അതിലൊക്കെ ഏറ്റവും ടേസ്റ്റ് ആയിട്ട് വരുന്നത് ഒന്ന്
എന്താ പറയുക കോളിഫ്ലവറും പിന്നെ ഈ പീക്കിങ് അറിയുന്ന സംഭവമാണ്. ഇത് രണ്ടുമാണ് എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ കാട ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പ്രത്യേകിച്ച് എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും മറ്റൊരു വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരും. ഇപ്പോൾ രാത്രിയായി കിടന്നുറങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.